പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കളെ, നിങ്ങളും നിങ്ങളുടെ ഒരു സുഹൃത്തും കൂടെ ഒരു സിനിമ കാണുന്നു. പക്ഷേ ക്ലൈമാക്സിൽ ഒരാൾ മാത്രം പൊട്ടിക്കരയുന്നു. മറ്റൊരാൾക്ക് യാതൊരുവിധ ഭാവവ്യത്യാസവുമില്ല. അല്ലെങ്കിൽ നിങ്ങളുടെ ബോസ് വഴക്ക് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അതിയായിട്ടുള്ള ദേഷ്യം വരും. ചിലപ്പോൾ സങ്കടം വരും. എന്തുകൊണ്ടാണിത്? ഈ സന്തോഷം, ദുഃഖം, ദേഷ്യം, ഭയം ഈ വികാരങ്ങൾ യഥാർത്ഥത്തിൽ എവിടെ നിന്നാണ് വരുന്നത്? ഇത് നമ്മുടെ ഉള്ളിൽ നടക്കുന്ന ഒരു കെമിക്കൽ റിയാക്ഷൻ മാത്രമാണോ? അതോ അതിനപ്പുറം മറ്റെന്തെങ്കിലും ഉണ്ടോ? നമ്മളിൽ പലരും കരുതുന്നത് പുറത്ത് നടക്കുന്ന ഒരു സംഭവമാണ് നമ്മളിൽ നേരിട്ട് വികാരങ്ങൾ ഉണ്ടാക്കുന്നതെന്നാണ്. അതായത് ബോസ് വഴക്ക് പറഞ്ഞു, അതുകൊണ്ട് എനിക്ക് ദേഷ്യം വന്നു. എന്നാൽ ഇത് പൂർണ്ണമായിട്ടും ശരിയല്ല. ഇതിനിടയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമുണ്ട്, നമ്മുടെ ചിന്ത. വികാരങ്ങൾ ഉണ്ടാകുന്നത് പ്രധാനമായിട്ടും ഈ 3 ഘടകങ്ങളിലൂടെയാണ്. ഒന്ന്, സംഭവം. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കാര്യം നടക്കുന്നു. ഉദാഹരണത്തിന് നിങ്ങളുടെ ഒരു സുഹൃത്ത് നിങ്ങളെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നില്ല. 2, ചിന്ത. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം. ഈ സംഭവത്തെക്കുറിച്ച് നിങ്ങളുടെ മനസ്സിൽ ഒരു ചിന്ത രൂപപ്പെടുന്നു. ഇവിടെ പല സാധ്യതകളുമുണ്ട്. ഒന്ന്, നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചിന്തിക്കാം, അവൻ മനഃപൂർവ്വം എന്നെ ഒഴിവാക്കിയതാണെന്ന്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം, അവർ ഒരുപക്ഷെ തിരക്കിലായിരിക്കും, മറന്നു പോയതായിരിക്കാം എന്ന്. മൂന്നാമത്തെ ഘട്ടമാണ് വികാരം. നിങ്ങളുടെ ചിന്ത ഏതാണോ അതിനനുസരിച്ചായിരിക്കും നിങ്ങളിൽ വികാരം രൂപപ്പെടുന്നത്. നിങ്ങൾ ആദ്യം ചിന്തിച്ചതാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ദുഃഖമോ ദേഷ്യമോ ഒക്കെ തോന്നാം. എന്നാൽ നിങ്ങൾ രണ്ടാമത് ചിന്തിച്ചതാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിലോ നിങ്ങൾക്ക് ഒരു പക്ഷേ സഹാനുഭൂതിയോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് യാതൊരുവിധ വികാരമോ തോന്നാതിരിക്കാം. അപ്പോൾ ഈ ചിന്തയുണ്ടാകുമ്പോൾ നമ്മുടെ തലച്ചോറിനുള്ളിൽ എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ തലച്ചോറിന്റെ വികാര കേന്ദ്രമായ അമീഗ്ഡാല എന്നൊരു ചെറിയ ഭാഗം ഉണർന്നു പ്രവർത്തിക്കും. നിങ്ങൾക്ക് അപകടകരമായിട്ടുള്ള ഒരു ചിന്തയാണ് ചിന്തിക്കുന്നതെങ്കിൽ, ഉദാഹരണത്തിന് നിങ്ങളൊരു പാമ്പിനെ കാണുന്നു, അല്ലെങ്കിൽ പരീക്ഷയെക്കുറിച്ച് ഓർത്ത് പേടിക്കുന്നു. ഇത് ശരീരത്തിൽ ഒരു അപായ സന്ദേശം നൽകും. ഈ സന്ദേശം കിട്ടുമ്പോൾ ശരീരത്തിന്റെ അഡ്രിനാൽ, കോർട്ടിസോൾ തുടങ്ങിയ സ്ട്രെസ് ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കും. തൽക്ഷണം നിങ്ങളുടെ ഹൃദയമെടുപ്പ് കൂടും, ശ്വാസം വേഗത്തിലാകും, കൈകൾ വിയർക്കും. ഈ ശാരീരിക മാറ്റങ്ങളെയാണ് നമ്മൾ ഭയം അല്ലെങ്കിൽ ദേഷ്യം എന്നൊക്കെ വിളിക്കുന്നത്. അതായത് വികാരങ്ങൾ എന്നത് ശരീരവും മനസ്സും ചേർന്നുള്ള ഒരു അനുഭവമാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? നമ്മുടെ പുറത്ത് നടക്കുന്ന സംഭവങ്ങളെ എപ്പോഴും നമുക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. മറ്റൊരാൾ നിങ്ങളോട് എങ്ങനെ പെരുമാറുന്നു എന്നത് നിങ്ങളുടെ നിയന്ത്രണത്തിലല്ല. പക്ഷേ ആ സംഭവത്തെക്കുറിച്ച് നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു എന്നത് പൂർണ്ണമായും നിങ്ങളുടെ നിയന്ത്രണത്തിലാണ്. നിങ്ങളുടെ ചിന്തകളെ മാറ്റാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ വികാരങ്ങളെയും മാറ്റാൻ കഴിയും. ഇതിനൊരു വഴിയുണ്ട്. അടുത്ത തവണ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു നെഗറ്റീവ് വികാരം തോന്നുമ്പോൾ ഒരു നിമിഷം നിർത്തി സ്വയം ചോദിക്കുക, ഈ നിമിഷം എൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്ത എന്താണെന്ന്. ആ ചിന്തയെ തിരിച്ചറിയുക. എന്നിട്ട് വീണ്ടും ചോദിക്കുക, ഈ സംഭവത്തെക്കുറിച്ച് എനിക്ക് മറ്റെന്തെങ്കിലും രീതിയിൽ ചിന്തിക്കാൻ കഴിയുമോ എന്ന്. ഉദാഹരണത്തിന് നിങ്ങൾ ട്രാഫിക്കിൽ കുടുങ്ങി നിൽക്കുമ്പോൾ നിങ്ങൾക്ക് വളരെയധികം ദേഷ്യം വരും. ഈ സമയത്ത് നിങ്ങൾക്ക് നല്ലൊരു പാട്ട് കേൾക്കാം. ആ സമയത്ത് നിങ്ങളുടെ വികാരങ്ങൾ മാറുന്നത് നിങ്ങൾക്ക് സ്വയം തിരിച്ചറിയാൻ സാധിക്കും. ഈ വികാരങ്ങൾ നമ്മുടെ ശത്രുക്കളല്ല, അവ നമ്മുടെ മനസ്സും ശരീരവും നമുക്ക് നൽകുന്ന സന്ദേശങ്ങളാണ്. അല്ലെങ്കിൽ എന്തോ ഒന്ന് പ്രധാനപ്പെട്ടത് സംഭവിക്കാൻ പോകുന്നു എന്ന് പറയുന്ന ഒരു അലാറം പോലെയാണത്. ആ അലാറം കേട്ട് പേടിക്കുന്നതിന് പകരം അതിൻ്റെ കാരണം എന്താണെന്ന് മനസ്സിലാക്കി പ്രതികരിക്കാൻ പഠിക്കുക.